ഹായ് ഡിയേഴ്സ്, ഞാൻ 6 മീറ്റർ പ്ലെയിൻ നെറ്റും 2.5 മീറ്റർ സാറ്റിനും ഉപയോഗിച്ച് 3 ലെയർ ഫ്രില്ലഡ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സാറ്റിൻ ക്ലോത്തിലാണ് ഞാനിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തത്. 8 ഇഞ്ച് ലെങ്ത്താണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. സ്ലീവിന് പകരം ഈ ഒരു ഫ്രോക്കിൽ ബാൻഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാൻഡിൻ്റെ ലെങ്ത്തായ 3.5 ഇഞ്ച് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കിട്ടുന്ന 4.5 ഇഞ്ചിലൂടെ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. കുട്ടിയുടെ ചെസ്റ്റ് അളവ് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തിലൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായി കൂട്ടിയെടുത്ത് മുകൾ ഭാഗത്ത് നമുക്ക് 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയെടുക്കാം. താഴ്വശത്ത് 1/2 ഇഞ്ച് കുറച്ചെടുത്തിട്ട് 6.5 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയെടുക്കുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ബോഡി പാർട്ടിൽ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും നെറ്റ് ഉപയോഗിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് സെയിം വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന ക്ലോത്ത് ഏകദേശം 2 മീറ്ററോളം നീളത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. സ്കർട്ട് പോർഷൻ്റെ ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചാണ്. അതിലൂടെ തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 26 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഇതിൻ്റെ സാറ്റിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിൽ അളവുകൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴ്വശത്തായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരല്പം വിട്ടുകൊടുത്തതിന് ശേഷം ബാക്കി വന്ന വീതിയെ 3ആയി ഭാഗിച്ചപ്പോൾ എനിക്ക് 8.25 ഇഞ്ച് വീതമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തെടുത്ത് വരച്ചെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് സ്കർട്ടിന് വേണ്ടിയിട്ടുള്ള നെറ്റ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ 9.25 ഇഞ്ച് ലെങ്ത്തിലും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും 11.25 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് പുറത്തേക്ക് കാണാതിരിക്കാനായിട്ട് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൽ ഏകദേശം 2 ഇഞ്ചോളം കയറ്റിയിട്ടാണ് കേട്ടോ ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. അത് കാരണമാണ് കേട്ടോ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും 2 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന നെറ്റിന് ആദ്യം ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തതിന് ശേഷം സാറ്റിനിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. ബാൻഡിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 3 പീസുകൾ മടക്കി സൈഡ് സ്റ്റിച്ച് ചെയ്ത് മടച്ചെടുത്തിട്ട് മെടഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ബാൻഡ് കൊടുക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് വൈറ്റ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞു വർക്ക് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്കർട്ട് പോർഷന് വേണ്ടിയിട്ട് ലൈനിങ്ങിൽ വെച്ചിട്ട് നെറ്റ് ഒന്ന് ഫ്രില്ലിട്ടെടുക്കാം. ബോഡി പാർട്ടിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ഒരു ബോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.